എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കറുകപ്പട്ട എന്ന് പറയുന്ന ഈ ഒരു ഇലയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ വേറെ വല്ല പേരുമായിരിക്കും കേട്ടോ. ചിലയിടത്ത് വഴനയില, അതുപോലെ തന്നെ പല പേരുകളാണ് ഇതിനുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ കറുകപ്പട്ട എന്നാണ് പറയുക. ബേ ലീഫ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ പേരെന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ട് നമ്മളൊരു കർമ്മം ചെയ്യുന്നതിലൂടെ വിശ്വാസത്തോടും അർപ്പണബോധത്തോടും ആത്മാർത്ഥതയോടും കൂടിയിട്ടൊരു കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഗൃഹത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും പണത്തിൻ്റെ പുതിയ സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതിനും പണത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കർമ്മം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യാൻ കേട്ടോ. പിന്നെ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയണത്. താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. താല്പര്യമില്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പണം നേടാനായിട്ട് ആദ്യം തന്നെ അധ്വാനിക്കണം. അല്ലാതെ ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കോടിക്കണക്കിന് പൈസ കിട്ടുന്നൊന്നും ഞാൻ പറയണില്ല. എന്നാൽ പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാവുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ എത്ര തന്നെ അധ്വാനിച്ചാലും നമ്മളുടെ കയ്യിൽ പണം നിൽക്കാത്തൊരവസ്ഥ. അത് ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ട് രോഗങ്ങളുടെ ഭാഗമായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അല്ലെങ്കിൽ കടം പെരുകുക, അങ്ങനെ അനാവശ്യ ചിലവുകൾ വന്നിട്ട് നമ്മളുടെ കയ്യിൽ പണം നിൽക്കാത്ത ചില അവസ്ഥകളുണ്ടാവില്ലേ. ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ കയ്യിൽ ധനം നിൽക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ കയ്യിലുള്ള ധനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കർമ്മമാണ് ഞാൻ എടുത്തു പറയുന്നുണ്ട്. വിശ്വാസത്തോടു കൂടിയിട്ടും ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്താൽ മാത്രമേ ഫലം ഉണ്ടാവത്തുള്ളൂ. നമ്മൾക്ക് ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിൽ കൊണ്ടുവരുന്നതിന് ഈ ഒരു ഇല സഹായിക്കുന്നുണ്ട്. കറുകപ്പട്ട അഥവാ വയനയില എന്നാണ് ഈ ഒരു ഇല അറിയപ്പെടുന്നത്. ഇടയനയില എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഗൃഹത്തിലുള്ള നെഗറ്റീവ് എനർജീനെ അകറ്റിയിട്ട് നമ്മളുടെ ഗൃഹത്തിലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിന് ഈ ഇലയുടെ ഉപയോഗം സഹായിക്കുന്നു. പിന്നെ നമ്മളുടെ സുഗന്ധിപ്രിയ എന്ന് അറിയപ്പെടുന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അഥവാ കടാക്ഷം വളരെയധികം ഉള്ള ഒരു ഇലയാണ് ഈ ഒരു ബേ ലീഫ്. ഇംഗ്ലീഷിൽ ഇതിനെ ബേ ലീഫ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബേ ലീഫ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഇല ഈ ഒരു ഇല നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഇല വേണം ഈ കർമ്മത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. അല്ലാതെ തോന്നിയ ഇല വെച്ചിട്ട് നിങ്ങൾ കർമ്മം ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ ഒരുപാട് പൈസ മുടക്കുള്ളത് ഒന്നുമല്ല. നമ്മൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മളുടെ വീട്ടിലിരുന്ന് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കർമ്മം ചെയ്യുന്നതിന് ചില പ്രത്യേക ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൗർണമി ദിവസങ്ങളിലാണ് നമ്മൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാറുള്ളത്. അതായത് വെളുത്തവാവ് വരുന്ന ദിവസങ്ങൾ അഥവാ വെള്ളിയാഴ്ച ദിവസങ്ങൾ, ഒന്നുമില്ലെങ്കിൽ പൗർണമിയിൽ, അതായത് കറുത്തവാവിൻ്റെ അന്ന് വെളുത്തവാവ്, പൗർണമി പറയുമ്പോൾ വെളുത്തവാവിൻ്റെ അന്ന് അഥവാ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുക. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്നേരം നിങ്ങൾ ആദ്യം തന്നെ ഒരു കറുകപ്പട്ടയുടെ ഇല എടുക്കുക. ഒരേ ഒരു ഇല മതി കേട്ടോ. കറുകപ്പട്ട, ബേ ലീഫ്, നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയണത് ആ ഇല എടുക്കുക. അത് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ വെളുത്തവാവിൻ്റെ അന്ന്, പൗർണമിയുടെ അന്നോ അല്ലെങ്കിൽ പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ. നിങ്ങൾ കുളിച്ച് ശുദ്ധിയായതിന് ശേഷം നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസ സംബന്ധമായിട്ട് ഈ ഒരു വിളക്ക് കത്തിക്കുന്ന ഇടത്തോ ഒരു നെയ്വിളക്ക് തെളിയിച്ചതിന് ശേഷം വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ. നമ്മൾ ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ദിവസത്തെ പോലെ നിലവിളക്ക് കത്തിക്കുന്നതിനേക്കാൾ കുറേ കൂടി ഉത്തമമാണ് നെയ്വിളക്ക് കത്തിക്കുന്നത്. സാധാരണ നമ്മൾ കത്തിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് അന്നത്തെ ദിവസം നെയ്വിളക്ക് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളുടെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കിയിട്ടുള്ള ഈ ഇലയിലേക്ക് പച്ച മഷിപ്പേനയോ അല്ലെങ്കിൽ ചുവന്ന മഷിപ്പേനയോ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളൊരു തുക എഴുതാവുന്നതാണ്. ഇനിയിപ്പോൾ ഒരു തുക എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ 10 കോടി എന്ന് എഴുതിയിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മളുടെ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നൊക്കെ പറയില്ലേ, നമുക്ക് ആവശ്യമുള്ള നമ്മളുടെ പ്രാരാബ്ദം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് മാറാൻ ആവശ്യമായിട്ട് വരുന്ന ഒരു തുക അതിലെഴുതുക.
അപ്പോൾ പച്ചമഷി അല്ലെങ്കിൽ ചുവന്ന മഷി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ചമഷിയാണ് കുറച്ചുകൂടി ഉത്തമമായിട്ട് വരുന്നത്. അപ്പോൾ പച്ചമഷിയിൽ ആ ഒരു തുക എഴുതുക. എന്നിട്ട് നിങ്ങൾ ആ ഇല വലത് കയ്യിൽ വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് അടച്ചു പിടിക്കുക. എന്നിട്ട് നിങ്ങൾ ആ നെയ്വിളക്ക് കത്തിച്ച് വെച്ച് നല്ലോണം പ്രാർത്ഥിക്കുക. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ, അല്ലെങ്കിൽ പണത്തിൻ്റെ പുതിയ സ്രോതസ്സുകൾ തുറന്നു കിട്ടണേ, സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടൊരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഞങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടാവണേ. അതായത് നമ്മൾ നല്ലോണം അധ്വാനിക്കുന്നുണ്ടാവും, കഷ്ടപ്പെട്ടിട്ട് അധ്വാനിക്കുന്നുണ്ടാവും, പക്ഷെ പണം നമ്മളുടെ കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥ മാറി കിട്ടണം. നമുക്ക് പണത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ. അന്നേരം പ്രാർത്ഥിച്ചതിന് ശേഷം ഓം ശ്രീം മഹാലക്ഷ്മി നമഃ എന്നുള്ള മന്ത്രം ചൊല്ലുക. ഒരു 108 തവണ ചൊല്ലാൻ പറ്റുമെങ്കിൽ വളരെ ഉത്തമമാണ്. അപ്പോൾ ഈ ഒരു മന്ത്രം മറക്കരുത്. ഓം ശ്രീം മഹാലക്ഷ്മി നമ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പണം ഇത്ര എഴുതാൻ നിങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ പണം മതിയെന്ന് പറയുന്നതിന് പകരം ശ്രീം എന്ന് പറയുന്ന മന്ത്രം ആ ഇലയിൽ എഴുതിയാലും മതി. പച്ചമഷിയോ ചുവന്ന മഷിയോ വെച്ചിട്ട് ശ്രീം എന്ന ഈ ഒരു വാക്ക് നിങ്ങൾ അതിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ പണം അല്ലെങ്കിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാറ്റണേ എന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങളൊരു 108 തവണയൊക്കെ ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ എവിടെയാണോ പണം സൂക്ഷിക്കാറുള്ളത്, പേഴ്സിലോ അലമാറയിലോ എവിടെയാണോ നിങ്ങൾ പണം സൂക്ഷിക്കാറുള്ളത് അവിടെ ഈ ഇല വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഇല എത്ര കാലമാണ് വെക്കേണ്ടത്, എത്ര കാലം വെച്ചാലാണ് ഫലം ഉണ്ടാവുകയെന്ന്. ഒന്നാമത്തെ കാര്യം, വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂട്ടിയിട്ട് ഈ കർമ്മം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫലം ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പൗർണമിയുടെ അന്ന്, അതായത് വെളുത്തവാവിൻ്റെ അന്നോ വെള്ളിയാഴ്ചയാണ് നമ്മൾ ഈ കർമ്മം ചെയ്യണത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പൗർണമിയുടെ അന്ന് ഈ കർമ്മം ചെയ്യുകയാണെങ്കിൽ അടുത്ത പൗർണമി, ഒരു മാസം കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത പൗർണമി വരിക, അന്നേരം വേണം നമ്മളത് മാറ്റാൻ, ഈ ഇല മാറ്റാൻ. അന്നേരം ആ ഇല എടുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ മരത്തിൻ്റെ ചുവട്ടിലിടുക. നമ്മൾ ചവിട്ടാത്ത സ്ഥലത്തിടുക. ഒന്നുമില്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഒഴുക്കി കളയാം, അല്ലെങ്കിൽ പിന്നെ മരത്തിൻ്റെ ചുവട്ടിലിടുക. ഒരു കാരണവശാലും നമ്മൾ നടക്കണ വഴിയിൽ അത് ഇടാൻ പാടില്ല കേട്ടോ. എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ഈ കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ്. വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഇനി ഈ പൗർണമിയുടെ അന്ന് ഇപ്പോൾ ഈ കർമ്മം ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം പൗർണമിയുടെ അന്നാണ് ആ ഇല മാറ്റാൻ. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ ഇല്ലാതായിട്ട് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിന് ഈ ഇല സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. എനിക്കറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണതായിരിക്കും. പിന്നെ ഞാൻ എടുത്ത് പറയുന്നുണ്ട്, വിശ്വാസത്തോടു കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ അതിൽ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് ഫലം ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും പുച്ഛിച്ച് തള്ളില്ലല്ലോ, സ്വീകരിക്കുന്നവരും തിരസ്കരിക്കുന്നവരും നമുക്ക് ചുറ്റും കാണും. അപ്പോൾ വീഡിയോ കാണുക കേട്ടോ.